തേനീച്ച ആക്രമണത്തിൽ ആര്യങ്കാവ് പാലരുവി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ 25ഓളം പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റു. പാലരുവിയിലെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഗൈഡുകൾക്കും വിനോദസഞ്ചാരികൾക്കും സംഭവമറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനെത്തിയ RRT ഉദ്യോഗസ്ഥർക്കും മറ്റ് ജീവനക്കാർക്കും ഉൾപ്പെടെ തേനീച്ചയുടെ കുത്തേറ്റത്. പരിക്കേറ്റവരെ ആര്യങ്കാവ് സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ചികിത്സ ലഭ്യമാക്കി. ആരുടെയും നില ഗുരുതരമല്ലെന്നും തേനീച്ച കൂടിളകിയതിനാൽ താൽക്കാലികമായി പാലരുവി അടച്ചതായും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സനോജ് അറിയിച്ചു. ബോർഡർ ന്യൂസ്, ആര്യങ്കാവ്. അതെ, ഈ ഷൈനി ഒക്കെ കണ്ട് ഉറങ്ങാൻ ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇന്ന് പാലരുവി എക്കോ ടൂറിസം സെൻറ്ററിൻ്റെ വെള്ളച്ചാട്ടം ഭാഗത്ത് വെച്ച് ഒരു തേനീച്ച ആക്രമണം ഉണ്ടായി. തേനീച്ച ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ കാടിനുള്ളിൽ എവിടെ ഉണ്ടായിരുന്ന തേനീച്ചക്കൂട് പരുന്തോ മറ്റേ കുരങ്ങനോ മറ്റോ എന്തോ ഇളക്കി അങ്ങനെ വന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റാഫുകൾക്കും, അതായത് എക്കോ ടൂറിസം സ്റ്റാഫുകൾക്കും ടൂറിസ്റ്റുകൾക്കും നമ്മുടെ RRT തെന്മല സ്റ്റാഫുകൾക്കും ഉൾപ്പെടെ 25ഓളം പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റു. തുടർന്ന് ഉടൻ തന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വാഹനങ്ങൾ ഉപയോഗിച്ച് ഈ ആളുകളെ ഉടൻ തന്നെ ആര്യങ്കാവ് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. എല്ലാവർക്കും ചികിത്സ കൊടുത്തു. ആരുടെയും നില ഗുരുതരമൊന്നുമല്ല. നിലവിലെ ഒരു 3-4 പേർക്ക് കടന്നൽക്കുത്ത് ഏറ്റവർക്ക് ഇഞ്ചക്ഷൻ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഒബ്സർവേഷനില്ല ഒരു കിടക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരുടെയും നില ഗുരുതരമൊന്നുമല്ല. സ്റ്റാഫുകൾക്കൊക്കെ ഏറ്റതെന്ന് വെച്ചാൽ രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് ഈ സ്റ്റാഫുകൾക്കും RRT സ്റ്റാഫുകൾക്കും മറ്റേ എക്കോ ടൂറിസം സ്റ്റാഫുകൾക്കും എല്ലാവർക്കും പറ്റിയത്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ മറ്റോ വേറൊന്നുമില്ല. പാലരുവി അടച്ചോ സാറേ? തേനീച്ച ഈ വെള്ളച്ചാട്ടം ഭാഗത്തെല്ലാം സ്പ്രെഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ടൂറിസ്റ്റിനെ വിടാൻ നിർവാഹമില്ല. അതുകൊണ്ട് നമ്മളത് അടച്ചു.